പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകാനാവില്ലെന്ന് CPIM വ്യക്തമാക്കിയ സാഹചര്യത്തിൽ നിലപാട് തീരുമാനിക്കാൻ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ഉപനേതാവ് സ്ഥാനം ലഭിച്ചേ തീരുവെന്ന് പ്രഖ്യാപിച്ച ശേഷം ലഭിക്കാതെ വരുമ്പോൾ എങ്ങനെ പാർട്ടിയുടെ മുഖം രക്ഷിക്കാമെന്നത് യോഗത്തിൽ ചർച്ചയാകും. വിനേഷ് കുമാറിന്റെ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. വിനേഷ്, ഇന്നലെ AKG സെന്ററിൽ നടത്തിയ ഇരു സെക്രട്ടറിമാരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒട്ടും തൃപ്തികരമല്ലാത്ത പ്രതികരണമാണ് ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കീഴ്വഴക്കങ്ങളൊക്കെ മാറണമെന്ന് പറയുമ്പോൾ പോലും അതിനൊരു സാധ്യത എത്രത്തോളമുണ്ട്? മാത്രമല്ല, ഇങ്ങനെ പരസ്യമായി പറഞ്ഞിട്ട് കിട്ടാതെ വന്നാൽ അതിന്റെ നാണക്കേട് ഉണ്ടാകുമോ? അല്ലെങ്കിൽ ആ നാണക്കേട് പാർട്ടിയിൽ ബിനോയ് വിശ്വത്തിനെതിരെ ഒരു പ്രതികരണത്തിന് ഉള്ളിൽ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കുമോ? ഗോകുൽ, എന്തായാലും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് കിട്ടാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അത് കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് CPM എത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. ഈ ഒരു ആവശ്യം CPI ഉന്നയിച്ചിട്ടുണ്ട്. കാരണം കീഴ്വഴക്കങ്ങൾ അവിടെ നിലനിൽക്കട്ടെ, പക്ഷേ ഇത്തവണ തങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് വേണം എന്ന് CPI ആവശ്യപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ സഭയിൽ തങ്ങൾ പ്രത്യേക വിങ്ങായി ഇരിക്കും എന്നതുൾപ്പെടെയുള്ള ഭീഷണികളും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ഭീഷണികളെയും CPM മറികടന്നിരിക്കുന്നു. CPIMനെ സംബന്ധിച്ചിടത്തോളം ഇത് നൽകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം 2006-ൽ VS അച്യുതാനന്ദൻ അതിന് മുമ്പ് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പ്രതിപക്ഷ ഉപനേതാവായി ഉണ്ടായിരുന്നത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് CPIM ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് തന്നെയാണ് അവകാശപ്പെട്ടതാണ് ഉപനേതാവ് സ്ഥാനം, അതുകൊണ്ട് കൊടുക്കാൻ തയ്യാറല്ല എന്ന് തന്നെ പറയുന്നു. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം K രാജനെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് CPI ഉപനേതാവ് സ്ഥാനം K രാജന് നൽകാനാണ് CPI ഉദ്ദേശിച്ചിരുന്നത്. എന്തായാലും ഇതിനിടയിലാണ് ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. സെക്രട്ടേറിയറ്റിൽ കടുത്ത തീരുമാനങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക, തങ്ങളുടെ ആവശ്യം വീണ്ടും CPIMനെ അറിയിക്കുക, അത് തങ്ങൾക്ക് ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ലഭിക്കുന്നത് വരെ CPIയുമായി പരമാവധി ചർച്ചകളുമായി മുന്നോട്ട് പോവുക എന്നുള്ളൊരു തീരുമാനമായിരിക്കും ഉണ്ടാവുക. എന്തായാലും CPIM തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കൊടുക്കേണ്ടതില്ല എന്നുള്ളത്. എന്തായാലും CPI കടുത്ത തീരുമാനത്തിലേക്ക് പോവില്ലെങ്കിൽ പോലും എന്തായിരിക്കും അടുത്ത ദിവസങ്ങളിൽ എടുക്കുന്ന തീരുമാനം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും CPI ഇനി പ്രത്യേക ബ്ലോക്കായിരിക്കാൻ ആലോചിക്കുന്നവർക്കുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ ഒരു കടുത്ത നിലപാടുണ്ടാകുമോ എന്നതൊക്കെ ഇന്നത്തെ CPI യോഗത്തിന് ശേഷം അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.